സിസിടിവിയും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ കാവൽ ദീപം തെളിയിച്ചു. മറ്റം സെന്ററിൽ നടന്ന ചടങ്ങിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി, ഡ്രൈവേഴ്സ് യൂണിയൻ, തൊഴിലാളി യൂണിയൻ എന്നിവരും പങ്കാളികളായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കാവൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ C പ്രേമാനന്ദകൃഷ്ണൻ, മേജർ PJ സ്റ്റൈജു മാസ്റ്റർ എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുമ്പൊക്കെ മദ്യപാന്മാരുടെ ശല്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്ന് മദ്യപാന്മാർ കുറേ ഒതുങ്ങിപ്പോയി. കാരണം മദ്യപിക്കലല്ല ഇന്ന് നമ്മുടെ യുവതലമുറയുടെ ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യത. ഇന്ന് പലതരത്തിലുള്ള ലഹരികൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ട സ്കൂളിലെ ഒരു കുട്ടി മദ്യപിച്ച അവശനിലയിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി. ഇത് ചിലപ്പോൾ ഇവിടെയൊക്കെ അപൂർവമായിരിക്കാം. ഇപ്പം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ സ്റ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മമാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള പരാതിയാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, രമ ബാബു, ശരത് രാമനുണ്ണി, ജയൻ പാണ്ഡിയത്ത്, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ്, CCTV കുന്നംകുളം മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ഡോക്ടർ V അഭിലാഷ്, CCTV കേബിൾ ഓപ്പറേറ്റർമാരായ ജെയിംസ് KC, AS പ്രസാദ്, തോമസ് BA, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PV തോമസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശ, അങ്കണവാടി ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഡ്രൈവേഴ്സ് യൂണിയൻ, തൊഴിലാളി യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാവൽ ദീപം തെളിയിച്ച ഏവർക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി. സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം നൽകിയാണ് പരിപാടി അവസാനിച്ചത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും കാവൽ ദീപം തെളിയിക്കുന്ന ജനകീയ പരിപാടി സംഘടിപ്പിക്കും.